രാവിലത്തെ വീഡിയോയിൽ നമ്മളൊരു കാര്യം കണ്ടിരുന്നു. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, ഫോറിൻ മിനിസ്റ്റർ, അതുകൂടാതെ ഈസ്റ്റ് അസർബൈജാനിലുള്ള ഒരു ഗവർണർ, ഇവരെല്ലാവരും യാത്ര ചെയ്ത ഹെലികോപ്റ്റർ അസർബൈജാനും ഇറാനും നടുവിലുള്ള ആ ബോർഡറിനടുത്ത് ക്രാഷായി എന്ന്. ആ ഒരു ക്രാഷിനെ കുറിച്ച് പല പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മരിച്ചതായി ഇറാന്റെ ഒഫീഷ്യൽ മീഡിയാസ് ഇപ്പോൾ പറയുന്നു. അതെ, അവരാരും ഇപ്പോൾ ജീവനോടെയില്ല. ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത 9 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇതിനിടയിൽ ഒരുപാട് നാടകങ്ങൾ അരങ്ങേറി. ഇന്നലെ രാത്രി ഒരു 8-8:30 കൂടി ഇറാന്റെ ഒഫീഷ്യൽ ന്യൂസ് മീഡിയ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയിൽ ഒരു പോസ്റ്റ് വരുന്നു. അവരെല്ലാവരും സേഫാണ്, അവർ മറ്റൊരു ട്രാൻസ്പോർട്ട് മെത്തേഡ് വഴി സേഫായി തന്നെ ഇറാനിലേക്ക് പോയി എന്ന്. എന്നാൽ ആ ഒരു ന്യൂസ് വന്ന ഒരു 3 മിനിറ്റിൽ തന്നെ ഡിലീറ്റും ചെയ്യുന്നു ആ ന്യൂസിന്റെ സൈറ്റിൽ നിന്നും. ഇതെല്ലാം വളരെ വിവാദമായ കാര്യമായതുകൊണ്ട് ഇതിന് പുറകിൽ മൊസാദ് ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ ഇന്റർനെറ്റ് ഇറാൻ മുഴുവനും പടരുന്നു. ഇറാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, വളരെ എമർജൻസി സിറ്റുവേഷനിലാണ്. പ്രസിഡന്റ് മരിച്ചതിന് ശേഷം ഇറാൻ എന്ന നാട് തകരേണ്ട ഒരു സാഹചര്യം പോലും വരാം. മറ്റൊരു പ്രതിഷേധം ഇറാനിൽ ഉണ്ടാകേണ്ട സാധ്യതയുമുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, മറ്റു കാര്യങ്ങൾ കാണുന്നതിന് മുൻപ് മൊസാദിന് പുറകിലുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഓൺലൈൻ തിയറീസ് കാണുന്നതിന് മുൻപായി ആദ്യം ഈ ക്രാഷ് എവിടെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി കാണാം. ഇന്നലെ ഇബ്രാഹിം റൈസി, ഇറാന്റെ പ്രസിഡന്റ്, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, ഇങ്ങനെ ഒരുപാട് ഇറാന്റെ ഒഫീഷ്യൽസ് അസർബൈജാനിലേക്ക് പോകുന്നു. അവിടെ പോയി പ്രധാനപ്പെട്ട ചർച്ചകൾ അവസാനിച്ച് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം അസർബൈജാനിൽ നിന്നും തിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവരുടെ ഹെലികോപ്റ്റർ അസർബൈജാനിൽ നിന്നും പോയതിനു ശേഷം കറക്റ്റ് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും SOS കോൾ വരുന്നു. ഹാർഷ് വെതർ കാരണം ഞങ്ങളെ കൊണ്ട് ഒന്നും ശരിയായി കാണാൻ കഴിയുന്നില്ല, ഞങ്ങൾ എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നു എന്ന്. എന്നാൽ അതിനുശേഷം ആ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും യാതൊരു കമ്മ്യൂണിക്കേഷനും കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് ഇത് വളരെ വേഗത്തിൽ ഇറാൻ മുഴുവനും പടരാൻ തുടങ്ങി. കാരണം അതിനുള്ളിലുണ്ടായിരുന്നത് ഇറാന്റെ പ്രസിഡന്റും ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററുമാണ്. ഇവർ രണ്ടുപേരും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ ലോകം മുഴുവനും അറിയാം, ആ നാട്ടിലുള്ളവർക്ക് പ്രത്യേകം അറിയാം. ഇങ്ങനെ ഒരു SOS കോൾ വന്നതിന് ശേഷം ആ ഒരു സ്ഥലത്തെ നോക്കി ഒരുപാട് എമർജൻസി റെസ്ക്യൂ ടീം ഇറാൻ അയക്കുന്നു. ഇറാന്റെ മോശം സമയമാണോ എന്നറിയില്ല, ഈ ഒരു ക്രാഷ് സംഭവിച്ച അടുത്ത ചില മിനിറ്റിൽ ആ ഒരു സ്ഥലത്ത് അധികമായി മഞ്ഞുവീഴ്ചയുണ്ടായി. നേരത്തെ തന്നെ ആ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആകുന്നതിന് മുൻപ് കാലാവസ്ഥ മോശമായിരുന്നു. ക്രാഷ് ആയതിനു ശേഷം അടുത്ത 2-3 മിനിറ്റിൽ തന്നെ കാലാവസ്ഥ വീണ്ടും മോശമാകാൻ തുടങ്ങി. അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അത് വളരെ തടസ്സമായി മാറി. റെസ്ക്യൂ ടീം ആ സ്ഥലത്ത് റീച്ച് ആകാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അല്പസമയത്തിൽ ഇരുട്ടുമെന്നൊരവസ്ഥയിലാണ് റെസ്ക്യൂ ടീം ആ സ്ഥലത്ത് തന്നെ എത്തിയത്. എന്നാൽ അങ്ങനെ പോയവരെ കൊണ്ടുപോലും ഉടൻ തന്നെ ആ ഒരു ഹെലികോപ്റ്റർ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 5 മീറ്ററിൽ കുറവ് മാത്രമേ അവർക്ക് വിസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതും മലയും കാടും നിറഞ്ഞ ആ ഒരു സ്ഥലത്ത് ആ കറക്റ്റ് ലൊക്കേഷൻ അവരെ കൊണ്ട് ശരിയായി കണ്ടുപിടിക്കാനുമായില്ല. വീണ്ടും ഒരുപാട് താമസിക്കുന്നു. റെസ്ക്യൂ ടീം ഒരുപാട് തിരച്ചിൽ നടത്തുന്നു. സെർച്ചിങ് ടീം, സെർച്ചിങ് ഡോഗ്സ് എല്ലാവരും വന്ന് ഒരുപാട് തിരച്ചിൽ നടത്താൻ തുടങ്ങി. തുടക്കത്തിൽ അവർക്ക് ചില മണിക്കൂർ വരെയും യാതൊരു വിവരവും ലഭിച്ചില്ല. കുറെ മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ഹെലികോപ്റ്ററെ ലൊക്കേറ്റ് ചെയ്തതായി ഒരു വിവരം വന്നു. എന്നാൽ അതും ഒഫീഷ്യലായി കൺഫേം ചെയ്തില്ല. കാരണം അവിടെ നിന്നും വരുന്ന യാതൊരു വിവരവും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇതെന്തുകൊണ്ട് പറയുന്നുവെന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്രാഷ് നടന്ന ചില സമയത്തിൽ തന്നെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട മെഹർ എന്ന ന്യൂസ് ഏജൻസി അവർ ഒഫീഷ്യലായി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ഇറാന്റെ പ്രസിഡന്റ്, ഫോറിൻ മിനിസ്റ്റർ, ഇവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, അവർ അവിടെ നിന്ന് മറ്റൊരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വഴി സേഫായി ഇറാനിലേക്ക് പോയി എന്നൊരു ന്യൂസ്. ഇത് കണ്ടതും എല്ലാവരും ചിന്തിച്ചത് യാതൊരു പ്രശ്നവുമില്ല, അവർ സുരക്ഷിതരാണ് എന്ന് ചിന്തിച്ചു. എന്നാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആയി. ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതാണ് ആ സമയത്ത് വലിയൊരു വിവാദമായത്. എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാവരും ചിന്തിച്ചത് ഒരു ഹാർഷ് ലാൻഡിംഗ് ആയിരിക്കും, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സേഫ് ആണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആയി. പിന്നെ അതൊരു ഭയമുണ്ടാക്കി. ഈ ഒരു പ്രശ്നം തീർച്ചയായും മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു, എന്തോ വലിയൊരു പ്രശ്നം ഉണ്ട് എന്ന് എല്ലാവർക്കും തോന്നാൻ തുടങ്ങി. അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ ഇറാൻ മുഴുവനുമുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇറാന്റെ പ്രസിഡന്റ്, ഫോറിൻ മിനിസ്റ്റർ, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വളരെ സുരക്ഷിതരായി തിരികെ വരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അസർബൈജാനും ഇതേ കാര്യം തന്നെ ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചത്, ഇറാന്റെ ഒഫീഷ്യൽസ് ഒരു കാര്യം പറയാൻ തുടങ്ങി. ഇബ്രാഹിം റൈസി, പ്രസിഡന്റ് അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അതിനുവേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ തന്നെ പലരും കൺഫേം ചെയ്യാൻ തുടങ്ങി, എന്തോ ശരിയല്ല, പ്രശ്നം വലുതാവുകയാണെന്ന്. ആ റെസ്ക്യൂ സൈറ്റിൽ അതിരാവിലെ റെസ്ക്യൂ ടീം റീച്ച് ചെയ്തതിനു ശേഷം അവിടെ നിന്നും വരുന്ന ആദ്യത്തെ വിവരം എന്നത്, ഞങ്ങൾക്ക് ഇവിടെ ആരും ജീവനോടെ ഉള്ളതായി യാതൊരു അടയാളവും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ തന്നെ തീരുമാനിച്ചു, ആ ഹെലികോപ്റ്റർ ക്രാഷ് ആയതിൽ ആരും തന്നെ ജീവനോടെ ഇല്ല എന്ന്. ഒഫീഷ്യൽ കൺഫർമേഷനായി കാത്തിരുന്നു. അതിൽ യാത്ര ചെയ്ത 9 പേരും മരിച്ചിരിക്കാമെന്നുള്ള വലിയൊരു ഭയം കറങ്ങി നടന്നു. കാരണം ഹെലികോപ്റ്റർ മുഴുവനും കത്തി നശിച്ചിരുന്നു. ചില ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മുഴുവനായും കത്തി നശിച്ചു.
0.1% പോലും ആരും രക്ഷപ്പെടാൻ സാധ്യത ഇല്ല എന്ന് റെസ്ക്യൂ ടീം ആദ്യത്തെ വിവരം കൊടുത്തു. എന്നാൽ ഇറാൻ ഇത് ഒഫീഷ്യലായി അംഗീകരിച്ചില്ല. ചില മിനിറ്റുകൾക്ക് മുൻപ് ഇറാന്റെ മീഡിയാസ് ഒരു കാര്യം സമ്മതിച്ചു. അതെ, ആ ഹെലികോപ്റ്റർ ക്രാഷിൽ എല്ലാവരും മരിച്ചു. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഫോറിൻ മിനിസ്റ്റർ മരിച്ചു. ഇറാന് ഇത് വലിയൊരു നഷ്ടമാണ്. ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം പ്രസിഡന്റിന്റെ കൺട്രോളിലാണ് ആ ഒരു നാട് മുന്നിലേക്ക് പോയത്. ഇറാൻ എന്ന നാടിനെ കാണാൻ പുറത്ത് നോക്കിയാൽ നോർമലായി തോന്നിയാലും അകത്ത് പല വേർപിരിവുകളുണ്ടായിരുന്നു. അതും ഈ പ്രസിഡന്റിന് എതിരെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് പ്രസിഡന്റ് മരിച്ചു എന്നുള്ളത് ആ നാട് പല രീതിയിൽ തകരാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രാഷ് നേരിൽ കണ്ട ചിലരുണ്ട്. വില്ലേജ് ഓഫ് ഖലീജിലുള്ള ചില ആളുകൾ പറഞ്ഞത്, ഹെലികോപ്റ്റർ ക്രാഷിന് മുൻപ് ഹെലികോപ്റ്റർ പോകുന്നത് ഞങ്ങൾ നന്നായി കണ്ടിരുന്നു. ആ ഹെലികോപ്റ്റർ നന്നായി തന്നെയായിരുന്നു പറന്നത്. എന്നാൽ പെട്ടെന്ന് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് കുറയാൻ തുടങ്ങിയതും ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും അത് മറയാൻ തുടങ്ങി. പിന്നീട് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം മാത്രമാണ് ഞങ്ങൾ കേട്ടത്. മറ്റു ചിലർ പറഞ്ഞത് ആ ഹെലികോപ്റ്റർ താഴേക്ക് വന്നതിന് ശേഷവും അത് ക്രാഷ് ആയതിനു ശേഷവും അതിന്റെ റോഡേഴ്സ് കറങ്ങുന്നുണ്ടായിരുന്നു. അത് ടെക്നിക്കൽ മാൽഫങ്ഷൻ കാരണം സംഭവിച്ചതാണെന്ന് തോന്നുന്നില്ല. കാലാവസ്ഥ മാറ്റം കാരണം സംഭവിച്ചതാകാം എന്ന് പറയുന്നു. ഇവർ പറഞ്ഞതൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ഈ ക്രാഷിൽ ഇൻവോൾവ് ആയ ഈ ഹെലികോപ്റ്റർ ഇത് അമേരിക്കൻ മെയ്ഡ് ഹെലികോപ്റ്റർ ആണ്. ടൈപ്പ് 412 ഹെലികോപ്റ്റർ. ഇത് ബെല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ്, ട്വിൻ എഞ്ചിൻ ഹെലികോപ്റ്റർ. ഈ ഒരു ക്രാഷിനെ സംബന്ധിച്ച് ഇത് വളരെ ഡെഡ്ലിയാണ്. ഇതുവരെ ലോകത്തിൽ സംഭവിച്ച എല്ലാ ഹെലികോപ്റ്റർ ക്രാഷ് എടുത്തു നോക്കിയാൽ അതിൽ സർവൈവൽ റേറ്റ് എന്നത് 30% കൂടുതലാണ്. എയർപ്ലെയിൻ ക്രാഷിനെക്കാട്ടിലും ഹെലികോപ്റ്റർ ക്രാഷിൽ ജീവൻ നഷ്ടപ്പെടുക വളരെ കൂടുതലാണ്. അതും ഇതിൽ ക്രാഷ് എന്ന കാറ്റഗറിയുമുണ്ട്, ഹാർഡ് ലാൻഡ് എന്ന കാറ്റഗറിയുമുണ്ട്. ഹാർഡ് ലാൻഡ് എന്നാൽ റഫായ ഒരു ലാൻഡിങ്ങിൽ ജീവൻ രക്ഷപ്പെട്ടവരാണ് കൂടുതലും. ക്രാഷ് ലാൻഡിങ്ങിൽ ജീവൻ രക്ഷപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. അതൊരു 10%-ലും കുറവാണ്. ഈ ക്രാഷിൽ ജീവൻ നഷ്ടപ്പെട്ട 9 പേർ, ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 9 പേർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, അയത്തുള്ള സയ്യിദ് മുഹമ്മദ്, ഡോക്ടർ ഹുസൈൻ അമർ അബ്ദുല്ലാഹിൻ, ഡോക്ടർ മാലിക് റഹ്മത്തി, സർദാർ സയ്യിദ് മഹ്ദി, അൻ-നസർ അൽ മഹ്ദി, അടുത്തൊരു പൈലറ്റ്, ആ പൈലറ്റിന്റെ ഹെൽപ്പർ, അതുകൂടാതെ മറ്റൊരാൾ. മൊത്തം 9 പേരോളം ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഈ 9 പേരുടെ ശരീരവും ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അത്രത്തോളം ഡെഡ്ലി ക്രാഷ് ആയിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ഒരുപാട് നാടുകൾ സംസാരിക്കാൻ തുടങ്ങിയത്, അതായത് ഈ ഡെത്ത് കൺഫേം ആകുന്നത് വരെയും പറയാൻ തുടങ്ങിയത്, അമേരിക്ക പറഞ്ഞത് ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ വളരെ സീരിയസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അടുത്ത ഘട്ട തീരുമാനങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷന്റെ പ്രോഗ്രസ് അനുസരിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞു. കാരണം ഇവർ മരിച്ചുവെന്ന് കൺഫേം ആയത് ചില മിനിറ്റുകൾക്ക് മുൻപാണ്. എന്നാൽ ഈ നാടുകൾ പറഞ്ഞത് ഇന്നലെ രാത്രി ഡെത്ത് കൺഫേം ആകുന്നതിന് മുൻപാണ്. ഡെത്ത് കൺഫേം ആയതിനു ശേഷം ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. റഷ്യ മുൻപ് പറഞ്ഞത് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. തുർക്കിയും ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഏത് തരം സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അസർബൈജാനും ഞങ്ങളുടെ ബ്രദർ കൺട്രിക്ക് സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞു. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ നഷ്ടമെന്നത് ലോകത്തിൽ പല രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇറാനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട നാടാണ്. ഇന്ത്യക്കും ഇത് കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴാണ് നമ്മൾ ചബഹർ പോർട്ട് ഡീൽ അവസാനിപ്പിച്ചത്. റഷ്യയ്ക്കും ഇത് കാരണം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ശരി, ഇതെല്ലാം നടന്ന് അവസാനിച്ചു. ഇതിനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും അറിയില്ല. എങ്കിലും ഇപ്പോൾ തന്നെ ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയത് ഇതിന് പുറകിൽ മൊസാഡ് ഉണ്ടാകുമെന്ന്. കാരണം ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്ത് മൊസാഡിന് നല്ല അനുഭവ പരിചയമുണ്ട്. ഒരുപക്ഷെ ഇതിൽ അമേരിക്കയ്ക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടാകാമെന്ന്, ഒരുപക്ഷെ ഇതിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടാകുമെന്ന്. ഇനി ആ ക്രാഷ് സ്റ്റഡി മുഴുവനായും പഠിച്ച് അവസാനിച്ചതിന് ശേഷം മാത്രമേ ഇത് ടെക്നിക്കൽ മാൽഫങ്ഷൻ കാരണം നടന്നതാണോ മറ്റെന്തെങ്കിലും കാരണം ഇതിന് പുറകിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതിന് പുറകിൽ മൊസാഡ് ഉണ്ടാകുമോ, അമേരിക്ക ഉണ്ടാകുമോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. മൊസാഡിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് ആരെക്കൊണ്ടും 100% പറയാൻ കഴിയില്ല. കാരണം അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ, മിസൈൽ അറ്റാക്ക്, അതിനെ തുടർന്നുണ്ടായ ഡ്രോൺ അറ്റാക്ക്, ഇവയെല്ലാം ഇസ്രായേലിനും ഇറാനും നടുവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കുന്നത്, ഇബ്രാഹിം റൈസിയുടെ ഈ ഒരു നഷ്ടം ലോകത്തിൽ എത്രത്തോളം വലിയ മാറ്റം ഉണ്ടാക്കും? റഷ്യയ്ക്കും ഇന്ത്യക്കും ഇത് കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.